കേരളത്തിൽ ഏതാണ്ട് എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. ഇടതുപക്ഷമാണ് ആദ്യം പതിവ് പോലെ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. തൊട്ടു പിന്നാലെ കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് എം പിമാർക്കെല്ലാം തന്നെ മത്സരിക്കാനുള്ള നിർദ്ദേശവും വന്നു. BJPയുടേത് പതിവിന് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വളരെ മുമ്പ് തന്നെ 12ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. കാരണം ഏവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറ്റുനോക്കിയിരുന്നത് BJPയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആകും എന്നുള്ളതായിരുന്നു. സാധാരണ കേരളത്തിലെ BJPയുടെ ഒരു രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് സ്ഥാനാർത്ഥി പട്ടിക വരുന്നതും സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്നതും സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങുന്നതുമെങ്കിലൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കുറഞ്ഞപക്ഷം ആറ്റിങ്ങിലും തൃശ്ശൂരും പാലക്കാടുമൊക്കെ അവിടുത്തെ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. ഇവിടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതിനെ തുടർന്ന് പത്തനംതിട്ടയിലടക്കം ചില അസ്വാരസ്യങ്ങൾ പുറത്തു ചാടി. പതിവ് പോലെ BJPയുടെ അണികൾ അനുഭാവികൾ ഒക്കെ പ്രതിഷേധവുമായി പല വഴിക്കും രംഗത്ത് എത്തുകയും ചെയ്തു. പക്ഷേ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഇല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമേ ഉള്ളൂ, അത് തൃശ്ശൂരാണ്. മറ്റൊരു സാധ്യതയുള്ള മണ്ഡലം ആറ്റിങ്ങിലുമാണ്. ഈ രണ്ട് മണ്ഡലത്തിനപ്പുറത്തേക്ക് BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം BJPക്കാർക്ക് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യം. പക്ഷേ തൃശ്ശൂർ അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു സ്ഥലമല്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതോ ഇല്ലെങ്കിൽ മറ്റു വാർത്തകളിൽ പറയുന്നതിന് അപ്പുറമാണ് ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പൾസ്. അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് TN പ്രതാപൻ ദുർബലനാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും മറ്റുമാണ് വന്നു കാണുന്നത്. പക്ഷെ അത് തികച്ചും തെറ്റാണ്. എതിരാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നിടത്താണ് BJP പലപ്പോഴും തോറ്റ് തുന്നം പാടുന്നത്. നിങ്ങൾ കരുതുന്ന പോലെ TN പ്രതാപൻ അത്ര ദുർബലനല്ല. തൃശ്ശൂരെ സംബന്ധിച്ച് സുനിൽകുമാർ അത്ര മിടുക്കനുമല്ല. പക്ഷേ ഈ രണ്ടുപേരും കരുത്തരാണെന്നുള്ള സത്യം BJP തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തൃശ്ശൂർ വീണ്ടും കിട്ടാക്കനിയായി മാറും. BJPയുടെ ഒരു പരമ്പരാഗത രീതി അനുസരിച്ച് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള റോഡ് ഷോകളും ബഹളങ്ങളുമാണുള്ളത്. റോഡിൽ നടത്തുന്ന ഷോ കാണാൻ ആളെത്തിയേക്കാം, പക്ഷേ അത് വോട്ടായി മാറില്ല. ആൾക്കൂട്ടം വോട്ടായി മാറിയ ചരിത്രം ലോകത്തെങ്ങും ഉണ്ടായിട്ടുമില്ല. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകൾക്കും ഫോട്ടോകൾക്കും പ്രചരണത്തിനും ലൈക്ക് ഉണ്ടാകാം, വോട്ട് കിട്ടില്ല. കാരണം റോഡിൽ നടക്കുന്ന ഷോ കാണാൻ ഒരു കുടുംബത്തിലെ ഒരാളെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ, ചിലപ്പോൾ ആരും ഉണ്ടായില്ലെന്ന് വരും. പക്ഷേ അവരുടെ വീട്ടിൽ സുരേഷ് ഗോപിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ ചെല്ലുന്നവർക്ക് 3-4 തവണ ചെന്ന് കഴിഞ്ഞാൽ വോട്ട് ഉറപ്പായും ആ വീട്ടുകാർ തരും. ഇല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ, ആ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായ ആ ഒരു മേൽക്കൈ സുരേഷ് ഗോപിക്ക് ലഭിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് മണ്ഡലത്തിലൊരു മേൽക്കൈയുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. ആ മേൽക്കൈ വരും ദിവസങ്ങളിലും നിലനിർത്തിയാൽ മാത്രമേ വിജയപ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ വരും ദിവസങ്ങളിൽ ഷോ കാണിക്കാനാണ് തീരുമാനമെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്ക് ഷോയിലേക്ക് പോകേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അനിവാര്യമായൊരു ഘടകമാണ്. അതിൽ നൽകുന്ന വാർത്തകൾ നിർണായകവുമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നാം ഇടുന്ന വാർത്തകൾ കാണുന്നത് ആ ഒരു നിയോജക മണ്ഡലത്തിലുള്ള ആൾക്കാർ മാത്രമല്ലെന്ന് ഓർക്കണം. ലോകത്തെമ്പാടുമുള്ള മലയാളികളാണ്. ഷാർജയിലും UK-യിലും ഇരുന്ന് അവർ നമ്മൾ ഇടുന്ന സ്ഥാനാർത്ഥികൾക്ക് ലൈക്ക് തരും, കമൻറ്റ് തരും. പക്ഷേ വോട്ട് തരാൻ അവർക്ക് നിർവാഹമില്ല. അങ്ങനെയുള്ളിടത്ത് ലൈക്കെണ്ണം നോക്കി ഭൂരിപക്ഷം നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മെഗാസ്റ്റാർ ഒരുപക്ഷെ റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ അനവധി പേർ തടിച്ചുകൂടിയേക്കാം. അദ്ദേഹത്തോടുള്ള ആരാധനയുണ്ടാകാം, അദ്ദേഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ തൃപ്തിയുള്ളവരുണ്ടാക്കാം, ഇല്ലെങ്കിൽ ഒരു രക്ഷകനെ കാണുന്നവരുണ്ടാക്കാം. പക്ഷേ അവരിലെ വോട്ട് ഉറപ്പിക്കണമെങ്കിൽ അവരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കുക തന്നെ വേണം. പോസ്റ്റർ ഇട്ടിച്ചാലും വോട്ടാകില്ല. ഇത് തന്നെയാണ് കാലാകാലങ്ങളിൽ BJP കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നവും. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കും. അത് വോട്ടായി മാറില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഇടയുമില്ല. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം BJP നേരിടുന്നത്. ഏതായാലും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നുണ്ട്, കേരളത്തിൽ പൊളിറ്റിക്സ് ഇല്ല. കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ അംഗങ്ങളെ പോലെയാണ്. പ്രതിപക്ഷം ഏതാണ് ഭരണപക്ഷം ഏതാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനാവാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് പലരും ജയിച്ച് കയറേണ്ടത്. ഏതായാലും BJPക്ക് സാധ്യതകൾ ഈ വർഷം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ നോക്കേണ്ട മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ V മുരളീധരന് തന്നെയാണ് മുൻതൂക്കം. അത് വോട്ടാക്കി മാറ്റാൻ അവിടുത്തെ പ്രവർത്തകരും കിണഞ്ഞ് പരിശ്രമിച്ചാൽ ഒരുപക്ഷെ ജയിച്ചില്ലെങ്കിൽ പോലും 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ട് വേണം പരിശ്രമിക്കാൻ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും ഇപ്പോഴത്തെ, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കമെന്ന നിലയിൽ പലയിടത്തും വോട്ടിംഗ് ശതമാനം കുറയുകയും ചിലയിടത്ത് കുത്തനെ ഇടിയുകയും ചെയ്യും. ഏതായാലും 13% BJPയുടെ വോട്ടിംഗ് ഷെയർ. അത് തന്നെ നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു ചെറിയ ചലനം രാജീവ് ചന്ദ്രശേഖറിന് കൊണ്ട് നേടാൻ കഴിയും. കാരണം തരൂരിന് പോകുന്ന തക്ക എതിരാളി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. തൃശ്ശൂരാണ് BJPയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരണമെങ്കിൽ രാപകല് പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രം ജയിച്ചു കയറാം. അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ
ഈ സോഷ്യൽ മീഡിയയിൽ ഗിയർ ബാണം വിട്ട് ശേഷിക്കുന്ന കാലം മുൻപോട്ട് കൊണ്ടുപോകാം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുള്ളതാണ്. നാം കണ്ടതാണ്. ആരോരുമില്ലാതെ അനാഥരായിപ്പോയ എയ്ഡ്സ് രോഗികളുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചത് അന്ന് രാഷ്ട്രീയത്തിൽ പോയിട്ട് സിനിമയിൽ പോലും വലിയ താരമല്ലാതിരുന്ന സുരേഷ് ഗോപിയാണ്. അന്നു മുതൽ ഇന്ന് വരെ ജനഹൃദയങ്ങളിൽ ആ വ്യക്തി താമസിക്കുന്നത് താമരയുടെ കരുത്തിലല്ല, പകരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കരുത്തിലല്ല, ആ മനുഷ്യൻ്റെ നന്മയുടെ തേരിൽ തന്നെയാണ്. അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കണം. കാരണം ഇത്രയെന്നുള്ളൊരു ചാൻസ് ഇനി തൃശ്ശൂർ ഉണ്ടായെന്ന് വരില്ല. ഈ ചാൻസ് മുതലെടുക്കാൻ BJPക്കായാൽ അവർക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു താമര വിരിയും, അതും ശക്തൻ്റെ മണ്ണിൽ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. രാപകൽ വിശ്രമമില്ലാതെ ഇനി വരുന്ന 30-35 നാൾ കഷ്ടപ്പെട്ടാൽ അവിടെ താമര വിരിയുകയും ചെയ്യും. കാരണം ഒരു ചെടി വെച്ചുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക അല്പം പ്രയാസകരമാണ്. വളർന്നത് അത് കാട് പോലെ വളരുകയും ചെയ്യും. താമരയുടെ പ്രത്യേകത അതാണ്. എവിടെയും വളരുന്ന ഒരു സസ്യമാണ് താമര. പക്ഷേ പിടിച്ചു കിട്ടാൻ പാടാണ്. പിടിച്ചു കിട്ടിയാൽ അതിൻ്റെ വേരുകൾ ആഴത്തിൽ പടർന്നിറങ്ങും. അതുതന്നെയാണ് നാം പലയിടത്തും കണ്ടുവരുന്നതും. ഇവിടെയും അങ്ങനെ സംഭവിക്കട്ടെ. അത്തരത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടൊരു സമൂഹം മുൻപോട്ട് വരട്ടെ. ഇതിനിടയിൽ പൊട്ടലും ചീറ്റലുകളും സ്വാഭാവികമായി ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശദമായ വിശകലനം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഈ ജനാധിപത്യത്തിലെ രാജാക്കന്മാരായി നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കാരണം ഡെമോക്രസിയിലെ കിങ് എന്ന് പറയുന്നത് ജനമാണ്, പൊതുജനം. ആ പൊതുജനത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൊതുജനത്തിൻ്റെ അഭിപ്രായം കേൾക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുമുണ്ട്. അവരുടെ അഭിപ്രായം പറയും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഒരു വലിയ വിശകലനം അവർ നടത്തുക. ഇത് തന്നെയാണ് ന്യൂസ് ഞാൻ നടത്തുന്നത്. പോയിൻ്റ്. നന്ദി, നമസ്കാരം.